നമസ്കാരം, ഞാൻ ഡോക്ടർ ഭാഗ്യ, Q1B ഹെൽത്ത് കെയറിലെ ആയുർവേദ ഡോക്ടറാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് കോൺസ്റ്റിപ്പേഷൻ അഥവാ മലബന്ധം എന്ന ടോപ്പിക്കിനെ കുറിച്ചിട്ടാണ്. ഒരുപാട് ആളുകൾക്കുള്ളൊരു ബുദ്ധിമുട്ടാണ് ഈ ഒരു കോൺസ്റ്റിപ്പേഷൻ എന്ന് പറയുന്നത്. നമ്മുടെ ക്ലിനിക്കിലൊക്കെ ഒരുപാട് പേഷ്യൻസ് വന്ന് പറയാറുണ്ട്, ഒരാഴ്ചയായിട്ട് ടോയ്ലറ്റ് പോകുന്നില്ല, ചില മെഡിസിൻസൊക്കെ കഴിക്കും, മെഡിസിൻസ് കഴിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ അത് ഓക്കെ ആവും, പിന്നെ മെഡിസിൻസ് സ്റ്റോപ്പ് ചെയ്യുന്ന സമയത്ത് വീണ്ടും ഈ പ്രശ്നങ്ങൾ വരുന്നു എന്നുള്ള പ്രശ്നങ്ങളാണ് പൊതുവേ നമ്മളെടുത്ത് പേഷ്യൻസ് വന്ന് പറയുന്നത്. അപ്പോൾ കോൺസ്റ്റിപ്പേഷൻ നിങ്ങൾ അത്ര നിസ്സാരമാക്കി വിടേണ്ട ഒരു കണ്ടീഷൻ അല്ല. ഇപ്പോൾ ചില കേസുകളൊക്കെ കോൺസ്റ്റിപ്പേഷൻ എന്ന് പറയുമ്പോൾ നമ്മുടെ ചില റൂട്ടീൻസിൽ വരുന്ന മിസ്റ്റേക്സ് കൊണ്ട് കോൺസ്റ്റിപ്പേഷൻ വരാം. പക്ഷെ കുറേ കാലമായിട്ട് കോൺസ്റ്റിപ്പേറ്റഡ് ആണ്, അതുപോലെ തന്നെ ഈ മലം പോകുമ്പം വളരെ തിന്നായിട്ടാണ് പോകുന്നത്, അത്തരം ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ എന്താണെങ്കിലും കുറച്ചും കൂടി അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ടെസ്റ്റുകളും കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് എപ്പോഴും നല്ലതാണ്. അപ്പോൾ നോർമലി ഒരു കോൺസ്റ്റിപ്പേഷൻ ചില പേഷ്യൻസ് പറയുന്നത് ഒരു ദിവസം ടോയ്ലറ്റ് പോവും, നെക്സ്റ്റ് ഡേ പോവില്ല, അല്ലെങ്കിൽ 2 ദിവസമൊക്കെ ടോയ്ലറ്റ് പോയി കഴിഞ്ഞാൽ പിന്നെ പോവില്ല, അത്തരം ഗ്യാപ്പുകളൊക്കെ വരാറുണ്ട്. അതൊക്കെ ഞാൻ ഈ പറഞ്ഞ പോലെ തന്നെ നോർമൽ ഡേയ്സിൽ വരുന്ന കുറച്ച് റൂട്ടീൻസിലൊക്കെ മാറ്റങ്ങൾ വരുന്നതുകൊണ്ടാണ് അത്തരം ബുദ്ധിമുട്ടുകൾ ഉണ്ടാവുന്നത്. അപ്പോൾ നമ്മളൊരു കോൺസ്റ്റിപ്പേറ്റഡ് ആയി കഴിഞ്ഞാൽ നമുക്ക് പലർക്കും ഉള്ളൊരു ബുദ്ധിമുട്ടാണ്, നമ്മൾ വളരെയധികം മൂഡ് ഔട്ടായിരിക്കും, അല്ലെങ്കിൽ നമ്മൾ ടോയ്ലറ്റ് പോയിട്ടില്ലെങ്കിൽ നമ്മൾ ഭയങ്കര സ്ലോ ആയിട്ടായിരിക്കാം നമ്മൾ വർക്കുകളും കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. അതുപോലെ തന്നെ കോൺസ്റ്റിപ്പേറ്റഡ് ആയിട്ടുള്ള ആളുകളിൽ കാണിക്കുന്നൊരു പ്രശ്നമാണ് സ്കിൻ കണ്ടീഷൻസ് ഇടയ്ക്കിടയ്ക്ക് വരുന്ന ഒരു പ്രശ്നങ്ങളൊക്കെ ഇങ്ങനെ കോൺസ്റ്റിപ്പേഷൻ ഉള്ള ആളുകളിൽ കൂടുതലായിട്ടും കണ്ടുവരാറുണ്ട്. അപ്പോൾ കോൺസ്റ്റിപ്പേഷൻ എന്ന് പറയുന്നത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ എല്ലാ കേസുകളിലും നമ്മൾ നിസ്സാരമാക്കി വിടരുത്. അപ്പോൾ ചില കോൺസ്റ്റിപ്പേറ്റഡ് ആയിട്ടുള്ള ആളുകളിൽ വരുന്നൊരു പ്രശ്നമാണ് ഗ്യാസിൻ്റെ ബുദ്ധിമുട്ട്. അവരുടെ വയറിങ്ങനെ വീർത്ത് ചാടിയിട്ട് അവർക്ക് കംപ്ലീറ്റ് ആയിട്ടൊരു ഹെവിനെസ് ഫീൽ ആവുക ബോഡിയിൽ, അവർക്കൊന്നും കഴിക്കാൻ പറ്റുന്നില്ല, ഫുഡ് കഴിക്കുന്നത് കുറവാണ്, അങ്ങനെയുള്ള ആളുകളുമുണ്ട്. അപ്പം ചില ആളുകൾക്ക് കോൺസ്റ്റിപ്പേഷൻ വന്നു കഴിഞ്ഞിട്ട് അത് പൈൽസ് രോഗത്തിലോട്ടൊക്കെ മാറിപ്പോവാറുണ്ട്. അപ്പം അത്തരം കണ്ടീഷനൊക്കെ തന്നെ നിങ്ങൾ എന്ത് ചെയ്യണം, ട്രീറ്റ്മെൻറ്റ് ആദ്യമേ എടുക്കുക, അല്ലെങ്കിൽ ചിലപ്പം ഗ്രോത്തും കാര്യങ്ങളൊക്കെ ആയി കഴിഞ്ഞാൽ വേദനയൊക്കെ ഉണ്ടാവും. അപ്പം ശരിക്കും ഇതിൻ്റെ കുറേ കാരണങ്ങൾ നോക്കുകയാണെങ്കിൽ നമ്മൾ ഡെയിലി റൂട്ടീൻസിൽ വരുന്ന ചേഞ്ചസ് ആണെന്ന് പറഞ്ഞു. അപ്പം അതിൽ ഫസ്റ്റ് തന്നെ റീസൺസിൽ നമുക്ക് എടുത്ത് പറയാൻ പറ്റുന്നൊരു കാര്യമാണ് മെഡിസിൻസൊക്കെ. നിങ്ങൾ പെയിൻ കില്ലേഴ്സ് അങ്ങനെയുള്ള ഏതെങ്കിലും മെഡിസിൻസൊക്കെ കണ്ടിന്യൂസ് ആയിട്ടൊക്കെ കഴിക്കുന്നുണ്ടെങ്കിൽ ചിലപ്പോൾ നിങ്ങൾക്ക് കോൺസ്റ്റിപ്പേഷൻ വരാനുള്ള ചാൻസസ് ഉണ്ട്. അതുപോലെ തന്നെ നമുക്ക് ടോയ്ലറ്റ് പോകാൻ ഒരു ടെൻഡൻസി വന്ന സമയത്ത് നിങ്ങൾ ഹോൾഡ് ചെയ്ത് വെക്കുന്ന സമയത്തും ഇത് കോൺസ്റ്റിപ്പേഷൻ വരാനും, അതുപോലെ തന്നെ ഇങ്ങനെ ടോയ്ലറ്റ് പോകുന്ന സമയത്ത് ഭയങ്കര ശക്തിയിൽ നമ്മൾ പ്രഷർ ചെയ്യേണ്ടി വരും. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് അതിന് ചുറ്റുള്ള മലദ്വാരത്തിന് ചുറ്റുള്ള സ്കിന്നൊക്കെ പൊട്ടിയിട്ട് ഫിഷർ പോലുള്ള കണ്ടീഷൻസൊക്കെ വരാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ടോയ്ലറ്റ് പോകാനുള്ളൊരു ടെൻഡൻസി അല്ലെങ്കിൽ നമ്മളൊരു ടൈം അതിന് വേണ്ടിയിട്ട് ഷെഡ്യൂൾ ചെയ്യുന്നത് എപ്പോഴും നന്നായിരിക്കും. ചിലപ്പോൾ നിങ്ങൾക്ക് ഒരു ട്രാവലൊക്കെ ചെയ്യുന്ന സമയത്തും ഇങ്ങനെ ചില ആളുകളുണ്ട് എപ്പോഴും ഒരു ടൈമിനല്ലാതെ തന്നെ ഏതെങ്കിലുമൊക്കെ ഒരു സമയത്ത് ടോയ്ലറ്റ് പോവുക, അതും ഭയങ്കര ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമാണ്. അപ്പോൾ അത് നമ്മുടെ ഒരു ബയോളജിക്കൽ ക്ലോക്ക് ഒക്കെ ചേഞ്ചസ് വരും ഈ കാര്യത്തിൽ. അതായത് ഉറങ്ങുന്നത് ഒരു സമയത്ത്, എഴുന്നേൽക്കുന്നത് വേറൊരു സമയത്ത്, അങ്ങനെ എല്ലാ ദിവസവും അത് മാറിക്കഴിഞ്ഞാൽ ഈ ക്ലോക്കിൽ ചേഞ്ചസ് വരിക ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾ എല്ലാത്തിനും ഒരു ടൈം ഷെഡ്യൂൾ ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പ്രോപ്പറായിട്ടുള്ളൊരു മോഷൻ ഉണ്ടാവും. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് വേറെ ബുദ്ധിമുട്ടുകളും കാര്യങ്ങളൊന്നും വരില്ല. അപ്പോൾ മെഡിസിൻസ് കഴിക്കുന്നതുകൊണ്ട് വരാം, നിങ്ങൾ ഇത് ഹോൾഡ് ചെയ്ത് വെക്കുന്നതുകൊണ്ട് വരാം, പിന്നെ ബോഡിയിൽ വാട്ടർ കണ്ടൻറ്റ് കുറഞ്ഞു കഴിഞ്ഞാൽ, കാരണം നമ്മൾ കുടലിൽ തന്നെ എന്തുണ്ട്, നമ്മൾ മോഷൻ അതായത് മലം ഫോം ചെയ്യുകയും അതുപോലെ തന്നെ അത് പിന്നീട് വാട്ടറുമായിട്ടാണ് മിക്സപ്പ് ആവുന്നത്. അപ്പോൾ നമ്മൾ വെള്ളം കുടിക്കുന്ന സമയത്തും ഈ ഫുഡ് പാർട്ടിക്കിൾസ് ലാസ്റ്റായിട്ടുള്ള ഒരു ഡൈജഷൻ നടക്കുന്നത് കുടൽ വെച്ചിട്ടാണ്. അപ്പോൾ ഇത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് മലം രൂപത്തിലായിട്ട് അത് മലാശയത്തിലോട്ട് ഉണ്ടാവുക ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു വാട്ടർ കണ്ടൻറ്റ് നമ്മുടെ ശരീരത്തിൽ കുറഞ്ഞു കഴിഞ്ഞാൽ ഈ വൻകുടലിൽ നിന്ന് നമ്മുടെ ബോഡീൻ്റെ പല ഭാഗങ്ങളിലോട്ടൊക്കെ എന്ത് പോകുന്നുണ്ട്, വെള്ളം പോകുന്നുണ്ട്. അപ്പോൾ ഈ ഒരു വെള്ളത്തിൻ്റെ കണ്ടൻറ്റ് കുറഞ്ഞു കഴിഞ്ഞാൽ ഈ ഫോം ചെയ്യുന്ന മലം ഭയങ്കര ടൈറ്റായിട്ട് മാറും. അപ്പം നിങ്ങൾ നന്നായിട്ട് വെള്ളം കുടിക്കുക എന്നുള്ളതാണ്. പിന്നെ കൂടുതൽ ഫൈബേഴ്സ് എടുക്കുക. നാരുകൾ ഒട്ടും തന്നെ ഇല്ലാതെ നിങ്ങൾ കണ്ടിന്യൂസ് ആയിട്ടൊക്കെ നോൺ വെജ് അടുപ്പിച്ച് കഴിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് നല്ല രീതിയിൽ കോൺസ്റ്റിപ്പേഷൻ വരും. പൈൽസിൻ്റെ ഇഷ്യൂസൊക്കെ പലരും പറയാറുണ്ട്. അപ്പം നാരുകളില്ലാതെ നമ്മൾ വെറുതെ ഇങ്ങനെ ചിക്കനോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും മാംസങ്ങളൊക്കെ കഴിക്കുന്നുണ്ടെങ്കിൽ അതിൽ ഫൈബേഴ്സ് വരുന്നില്ല. അപ്പോൾ അത് ശ്രദ്ധിക്കുക. അപ്പം ഫൈബേഴ്സ് കൂടുതലായിട്ടുള്ളത് കഴിക്കുക. അത് കഴിക്കാതിരിക്കുമ്പോൾ ഈ പ്രശ്നങ്ങൾ വരാനുള്ള ചാൻസസ് ഉണ്ട്. അപ്പം ഇതൊക്കെ തന്നെയാണ് മെയിനായിട്ട്. പിന്നെ സ്ട്രെസ്സ് ടെൻഷനൊക്കെ ഉണ്ടെങ്കിലും നമുക്ക് കോൺസ്റ്റിപ്പേഷൻ വരാനുള്ള ചാൻസ് കൂടുതലാണ്. അതുപോലെ തന്നെ നിങ്ങൾ ഭക്ഷണത്തിൽ കുറേ കാര്യങ്ങൾ ശ്രദ്ധിക്കണം. വെള്ളം നന്നായിട്ട് കുടിക്കണം, ഫൈബേഴ്സ്, ഇപ്പോൾ തവിടുള്ള അരി കഴിക്കുക, പച്ചക്കറി ഫ്രൂട്ട്സൊക്കെ നന്നായിട്ട് കഴിക്കുക. പച്ചക്കറികൾ എന്ന് പറയുമ്പോൾ നിങ്ങളിപ്പോൾ വെണ്ട, മുരിങ്ങ, അതുപോലെ തന്നെ ബീൻസ്, പയറ്, ക്യാബേജ്, കോളിഫ്ലവർ, ക്യാപ്സിക്കം, ഇങ്ങനെ ഏത് വെജീസ് നന്നായിട്ട് കഴിച്ചു കഴിഞ്ഞാൽ നമുക്ക് നല്ലൊരു മോഷൻ ഉണ്ടാവും. കാരണം ഇതിലൊക്കെ തന്നെ നല്ല ഫൈബേഴ്സ് വരുന്നുണ്ട്.
അതുപോലെ ഇപ്പോൾ നിങ്ങളൊരു ചിക്കൻ കഴിക്കുന്നുണ്ടെങ്കിൽ കൂടിയും ആ ചിക്കൻ്റെ കൂടെ കൂടുതൽ എന്ത് ചെയ്യുക, സാലഡ്സ് ഉൾപ്പെടുത്തുക. ഉള്ളിയിലൊക്കെ കൂടുതൽ ഫൈബേഴ്സ് വരുന്നുണ്ട്. അപ്പോൾ ഉള്ളി, കുക്കുംബർ, ക്യാരറ്റ് ഇതൊക്കെ നന്നായിട്ട് ഉൾപ്പെടുത്തുക. അല്ലെങ്കിൽ കുറച്ച് പ്രോബയോട്ടിക്സോ യോഗട്ടൊക്കെ മിക്സ് ചെയ്തിട്ട് ഒരു സാലഡ് എടുക്കുക അതിൻ്റെ കൂടെ തന്നെ. അപ്പം നിങ്ങൾക്ക് കൂടുതൽ ഹെവി ഫുഡ് കഴിക്കില്ല. ഇപ്പം നിങ്ങൾ നോൺ വെജ് ഒക്കെ കഴിച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ആ ഒരു ഫൈബേഴ്സ് ഇതിൽ നിന്ന് ആഡപ്പ് ആവും. അപ്പോൾ അത് വലിയ ബുദ്ധിമുട്ടുകൾ നിങ്ങളുടെ വയറിനും കാര്യത്തിനും ഒന്നും ഉണ്ടാക്കില്ല. അപ്പം ആ രീതിയിലായിരിക്കണം എന്താക്കേണ്ടത്, നിങ്ങൾ ഫുഡ് കഴിക്കേണ്ടത്. അപ്പം അത് ശ്രദ്ധിക്കണം. അതുപോലെ തന്നെ നിങ്ങളിപ്പം ചില ആളുകൾക്ക് ഗ്യാസിൻ്റെ ഇഷ്യൂസ് ഉണ്ടാവുമെന്ന് ഞാൻ പറഞ്ഞു. അപ്പോൾ ഗ്യാസിൻ്റെ ഇഷ്യൂസ് ഉണ്ടാകുന്ന ആളുകൾ വെള്ളം നന്നായിട്ട് ചൂടുവെള്ളം കുടിക്കുക. ഒരു നല്ലൊരു ചൂടോട് കൂടിയിട്ട് നമുക്ക് സഹിക്കാൻ പറ്റുന്ന ഒരു ചൂടോട് കൂടിയിട്ടുള്ള വെള്ളം കുടിക്കുക. അല്ലെങ്കിൽ ജീരകമൊക്കെ ജസ്റ്റ് എന്ത് ചെയ്യുക, വറുത്തിട്ടിട്ട് ആ വെള്ളം കുടിക്കുന്നതും വയറിന് കുറച്ചും കൂടി ഒന്ന് നല്ലതാണ്. വയറിൻ്റെ പ്രശ്നങ്ങളൊക്കെ കുറയ്ക്കുന്നതിന് എന്ത് ചെയ്യും, ഹെൽപ്പ് ചെയ്യുന്നതാണ്. പിന്നെ നമ്മുടെ പെരിസ്റ്റാൾട്ടിക് മൂവ്മെൻറ്റ് ഈസി ആക്കാൻ വേണ്ടിയിട്ട് ഫിസിക്കൽ ആക്ടിവിറ്റി കൂട്ടിയെടുക്കുക എന്നുള്ളതാണ്. അതായത് എക്സസൈസും കാര്യങ്ങളൊക്കെ ചെയ്യുക. എങ്കിൽ മാത്രമാണ് നമ്മുടെ വയറ്റിനകത്ത് അല്ലെങ്കിൽ കുടലിനകത്തൊക്കെ മൂവ്മെൻറ്റ്സ് കൂടുള്ളൂ. അപ്പോൾ ഡൈജഷനും കുറച്ചും കൂടി ഈസിയാവും. നമ്മൾ നടന്നൊക്കെ കഴിഞ്ഞ് വരുമ്പോഴേക്കാണ് നമുക്കൊരു മോഷൻ ടെൻഡൻസിയൊക്കെ ഉണ്ടാവും. പലർക്കും രാവിലെ സമയങ്ങളിൽ അവർ വാക്കിങ്ങിനൊക്കെ പോയി കഴിഞ്ഞ് വന്നാൽ അവർക്ക് മോഷൻ ടെൻഡൻസി ഉണ്ടാവാറുണ്ട്. അപ്പോൾ അത് ആ മൂവ്മെൻറ്റ്സ് കൂടുന്നത് കൊണ്ടാണ്. പിന്നെ തൈറോയ്ഡ് പേഷ്യൻസിന്, ഡയബറ്റീസ് പേഷ്യൻസിനൊക്കെ നമ്മൾ എടുക്കുന്നുണ്ടെങ്കിൽ അവരിൽ കോമൺ ആയിട്ട് കാണുന്നൊരു ബുദ്ധിമുട്ടാണ് ഈ ഒരു കോൺസ്റ്റിപ്പേഷൻ. അല്ലെങ്കിൽ IBS ഉള്ള ആളുകളെയൊക്കെ നോക്കുന്ന സമയത്ത്. അപ്പോൾ തൈറോയ്ഡ് രോഗികളെ സംബന്ധിച്ചിടത്തോളം അവരുടെ ഹോർമോൺ വേരിയേഷൻസിൽ T3ൻ്റെ പ്രൊഡക്ഷനൊക്കെ കുറഞ്ഞു കഴിഞ്ഞാൽ ഈ പറയുന്ന പോലെ ബൈൽ പ്രൊഡക്ഷൻ കുറയും. ബൈൽ പ്രൊഡക്ഷൻ കുറയുമ്പം പെരിസ്റ്റാൾട്ടിക് മൂവ്മെൻറ്റ് കുറയും. പെരിസ്റ്റാൾട്ടിക് മൂവ്മെൻറ്റ് കുറയുമ്പം ഇപ്പം കോൺസ്റ്റിപ്പേഷൻ പോലുള്ള ബുദ്ധിമുട്ടുകളാണ് കൂടുതലും കാണിക്കുന്നത്. IBS പേഷ്യൻസിന് പിന്നെ മാറിക്കൊണ്ടേയിരിക്കും. അവരിൽ ചിലപ്പം ലൂസ് മോഷൻ ആയിരിക്കാം, ചിലപ്പം കോൺസ്റ്റിപ്പേഷൻ ആയിരിക്കാം. അങ്ങനെയുള്ള ചേഞ്ചസ് അവരിൽ കൂടുതലായിട്ടും ഉണ്ടാവും. അതുപോലെ തന്നെ ഡയബറ്റീസ് ഉള്ള ആളുകൾ, തൈറോയിഡും അതുപോലെ തന്നെ ഡയബറ്റീസും വളരെയധികം പ്രശ്നമാണ്. ഇപ്പോൾ ഡയബറ്റീസ് പേഷ്യൻസിന് എടുക്കുകയാണെങ്കിലും അവരിലും ഈ പറഞ്ഞ പോലെ മെറ്റബോളിസത്തിലൊക്കെ ചേഞ്ചസ് വന്നിട്ട് കോൺസ്റ്റിപ്പേഷനൊക്കെ വരാനുള്ള ചാൻസസ് വളരെയധികം കൂടുതലാണ്. അപ്പോൾ അവരാണെങ്കിലും അവരുടെ ഡയബറ്റീസ് കൺട്രോൾ ചെയ്യുക, ഫുഡിൽ ശ്രദ്ധിക്കുക, നല്ലൊരു ഡയറ്റ് എടുക്കുക എന്നുള്ളതാണ് പ്രധാനമായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്. അപ്പോൾ കോൺസ്റ്റിപ്പേഷനെ കുറിച്ചിട്ട് ഇതാണ് കൂടുതലായിട്ടും പറയാനുള്ളത്. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞു, കോൺസ്റ്റിപ്പേഷൻ കുറേ ആയിട്ട് നിൽക്കുന്നു. മോഷൻ പോകുന്നത് വളരെ ബുദ്ധിമുട്ടോടു കൂടിയാണ്. ഈ മലം പോകുന്നത് വളരെ തിന്നായിട്ടാണ്. അതുപോലെ തന്നെ അതിൻ്റെ കൺസിസ്റ്റൻസിയിലൊക്കെ ചേഞ്ചസ് ഉണ്ട്. എങ്കിലും നിങ്ങൾ നിർബന്ധമായിട്ടൊരു ഡോക്ടറെ കാണിക്കണം. നമുക്ക് അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ടെസ്റ്റുകളും കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പോൾ പൈൽസിൻ്റെ ബുദ്ധിമുട്ടുള്ള ആളുകൾ അല്ലെങ്കിൽ കോൺസ്റ്റിപ്പേഷൻ്റെ പ്രശ്നമുള്ള ആളുകളൊക്കെയാണ് കൺസൾട്ടേഷൻ അത്യാവശ്യമായിട്ടുണ്ടെങ്കിൽ താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാം. മറ്റൊരു നല്ല ഹെൽത്ത് ടോപ്പിക്കായിട്ട് വീണ്ടും കാണാം. നന്ദി.